വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു മാസ്കുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന മാസ്കിന് ഒരു പ്രത്യേകതയുണ്ട്. വൈസർ അല്ലെങ്കിൽ ഷീൽഡ് വെച്ചുള്ള ഒരു മാസ്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് തരത്തിലുള്ള മാസ്ക് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മാസ്കുകൾ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഇതുപോലെ ഷീൽഡുകൾ ഉപയോഗിച്ചാലും നമുക്ക് 100% സുരക്ഷിതത്വം കിട്ടത്തില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാസ്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നതാണ്, എസ്പെഷ്യലി നമ്മൾ ഐഷീൽഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്തെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും ചെയ്തെടുക്കാന്നുള്ളൂ. നിങ്ങൾക്ക് മെഷീനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തുന്നിയാണേലും ചെയ്തെടുക്കാന്നുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്തെന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ ഈ മാസ്ക് വിത്ത് ഷീൽഡ് ഉണ്ടാക്കുവാൻ വേണ്ടി നല്ലൊരു കോട്ടൺ തുണി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ കോട്ടൺ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കണം. ഇത് കണ്ടോ, ഇത് ഒരു പീസാണ്. ഇതിനെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ട് വെച്ചേക്കുവാണ്. രണ്ടായിട്ട് മടക്കുക. കോട്ടൺ തുണിയാകുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും, നന്നായിട്ട് ബ്രീത് ചെയ്യാൻ പറ്റും, അധികം ആവി എടുക്കത്തില്ല നമുക്ക്. ഓക്കെ, അപ്പം രണ്ടായിട്ട് ഈ തുണിയെ നമ്മളിത് ഇതുപോലെ മടക്കുക. അതിനുശേഷം 8 ഇഞ്ച്, ഇത് കണ്ടോ, ഇങ്ങോട്ടും 8 ഇഞ്ച്, അതുപോലെ തന്നെ ഇങ്ങോട്ടും നമ്മൾ 8 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ 8 ഇഞ്ചിന്റെ നല്ലൊരു സ്ക്വയർ ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. രണ്ടായിട്ട് തുണി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മടക്കിയ പീസ് അങ്ങോട്ട് നോക്കി നിന്നിട്ട് ഈ രണ്ടായിട്ട് ഓപ്പണിംഗ് ഉള്ള ഈ പോർഷൻ, ഇത് കണ്ടോ, ഓപ്പണിംഗ് ഉള്ള ഈ പോർഷൻ നിങ്ങളുടെ നേരെ വെക്കുമ്പോൾ, ഞാൻ എളുപ്പ വഴിക്ക് അങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാമോ, ഇത് മൊത്തത്തിൽ നമുക്ക് 8 ഇഞ്ചാണ്. 2 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ പോർഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് 2 2 4 ഇഞ്ചും കഴിഞ്ഞിട്ട് 4 ഇഞ്ചുണ്ട്. അത് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഈ ഓപ്പണിംഗ് ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഒരു ഫിൽറ്റർ പോലെ നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് വിയർക്കുമ്പോഴോ അല്ലെ ജലദോഷമൊക്കെ ഉള്ളവർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ പേപ്പർ മാറ്റി വെക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അതിനുവേണ്ടിയുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ അടിക്കുമ്പോഴാണേലും നമ്മൾ ഈ പോർഷൻ ലീവ് ചെയ്യും. എന്തായാലും ഞാനിത് എങ്ങനെ തയ്ക്കുന്നതെന്ന് ഇനി കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 2 ഇഞ്ച് ഇങ്ങോട്ടും 2 ഇഞ്ച് ഇങ്ങോട്ടും. ഇനി നിങ്ങൾ ഈ തുണി നിവർക്കുക. എന്നിട്ട് സിമ്പിളായിട്ട് ഒന്ന് മടക്കി അടിക്കാൻ പോയതിനെ, ഇത് കണ്ടോ, വൃത്തി നമ്മളിതിനെ ഒന്ന് മടക്കി അടിക്കുക. നിങ്ങൾക്ക് ഒരു മടക്ക് കൊടുത്താലും മതിയായിരിക്കും. എങ്ങനെ വേണേലും ചെയ്യുക. നോക്കിയേ, നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും അടിക്കും. നമ്മൾ ഈ മാർക്ക് ചെയ്ത സൈഡാണ് ഞാൻ ഇനി അടിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത് കണ്ട് വിഷമിക്കേണ്ട, ഈ മാർക്കിംഗ് ഇവിടെ തന്നെ ഉണ്ടാവും നമുക്കൊരു ഗൈഡ് ലൈൻ ആയിട്ട്. പക്ഷെ ഈ അടിപ്പ് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അടിക്കേണ്ട ഒരു അടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ 2 സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിനെ നോക്കണേ, ഈ 2 പോർഷൻ നമ്മൾ അടിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ 2 പോർഷൻ അടിക്കും. നമ്മൾ 2 ഇഞ്ച് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ 2 എണ്ണം ഒന്നിന്റെ മുകളിലോട്ട് ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ 2 ഇഞ്ച് ആകുമ്പോൾ നമ്മളവിടെ നിർത്തുവേ. ഇതൊന്ന് പിടിച്ചു വെച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ 2 ഇഞ്ച് ഈ സൈഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. 2 ഇഞ്ച് ഓൾറെഡി ഒരു സൈഡ് ചെയ്തു. അതുപോലെ തന്നെ മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. ഓക്കെ, നമ്മള് ഈ 2 ഇഞ്ചും ഈ 2 ഇഞ്ചും നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടതേ, നല്ലൊരു പോക്കറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2 സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ, ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. ശരിക്കും നമ്മൾ അതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കയറ്റിപ്പിടിക്കും. എങ്ങനെ ഇരിക്കേണ്ട സാധനത്തിന് നമ്മൾ ചെറുതായിട്ടൊന്ന് കയറ്റിപ്പിടിക്കും. കാരണം ഈ ഭാഗം നമ്മുടെ മൂക്കിന്റെ ഭാഗത്ത് ആയിട്ട് വരണം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ മുകളിലത്തെ പോർഷൻ ആയിട്ട് വരണം. ഇത് അതുകൊണ്ട് നമ്മൾ ശകലം ഇതുപോലെ ഒന്ന് തെന്നിച്ചു കൊടുത്തിട്ടായിരിക്കും നമ്മളിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, ഇതിന് ചുരുക്കിടാൻ പോവാണ് കേട്ടോ. എന്താ നോക്കിക്കോ, നമ്മൾ ഇതിന് നല്ല ഭംഗിയായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം. അതിനു വേണ്ടി ഇങ്ങനെ ഒന്ന് മടക്കി, ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി, അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ മടക്കി കളിക്കത്തില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മടക്ക്. ഇങ്ങനെ നമ്മൾ നല്ല ഭംഗിയായിട്ടൊന്ന് മടക്കിയെടുക്കാം. കേട്ടോ, നമുക്കപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മടക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്നിങ്ങനെ തെന്നിക്കണം. ഇതുപോലെ കണ്ടോ, അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്കിരിക്കും. ഒന്ന് തെന്നിച്ചു വെക്കുക. അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇവിടെ ഓരോ പിന്ന് കുത്തി കൊടുക്കുക. അപ്പം ഇത് അനങ്ങാതെ, ഈ ഞൊറുവൊന്നും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഓരോ പിന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ കൈത്തയിൽ തയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മിഷനിൽ അടിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ,
ഇതിപ്പോ ഈ മോഡലിൽ തന്നെ മാസ്ക് തയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ മാസ്ക് വേണേലും, നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വേണേലും നമുക്ക് ഈ ഷീൽഡ് അത് ചെയ്തെടുക്കാവുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ്. ഹോസ്പിറ്റലുകളാണേലും ഞങ്ങൾ ഈ ടൈപ്പിലെ തന്നെ മാസ്ക്, കോട്ടൺ അല്ല കേട്ടോ, നമ്മൾ സാധാരണ സിംഗിൾ യൂസിനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ഇങ്ങനെ ഷീൽഡ് വെച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഇതുപോലെ പിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ ഒരടിപ്പ്, അതുപോലെ ഇത് സൈഡിൽ കൂടെ ഒരടിപ്പ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ തയ്ച്ചു കഴിഞ്ഞു കണ്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ സൈഡ് ഒന്ന് മടക്കി അടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇലാസ്റ്റിക്കും ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ നടിച്ചിട്ട് നമുക്ക് രണ്ട് ഇലാസ്റ്റിക്കും വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് മാസ്കിന്റെ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇതിന്റെ രണ്ടറ്റത്ത് നമുക്കൊരു ബയാ സ്ട്രിപ്പ് വെച്ച് കൊടുക്കാം. ബയാ സ്ട്രിപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പീസ് തുണിയാണ്. ഈ ചീത്തയായിട്ടിരിക്കുന്ന പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒന്നുകൂടെ നല്ലൊരു ലുക്ക് തോന്നിക്കാൻ വേണ്ടി, ഒരു പ്രൊഫഷണൽ ലുക്ക് തോന്നിക്കുക ഇതിലോട്ട് നോക്കി കഴിയുമ്പോൾ. ഓക്കെ ഇനി നിങ്ങൾ ഇതുപോലുള്ള സ്ട്രെയിറ്റ് രണ്ട് ബയാ സ്ട്രിപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു തുണിയെ 2 ഇഞ്ച് വീതിയാണ് ഇതിനെടുത്തേക്കുന്നത്. നോക്കിക്കേ, 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് നിങ്ങൾ ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇത് കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് കേട്ടോ, തയ്യൽ അറിയാവുന്നവർക്ക് ഈ പണിയൊക്കെ അറിയാവുന്നതാണ്. തയ്യൽ അറിയാൻ വയ്യാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ, ഒരു 1/2 ഇഞ്ച്, ഒന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഇവിടെ നിങ്ങോട്ട് ഒരു 1/2 ഇഞ്ച്, ഇവിടെ നിങ്ങോട്ടും ഒരു 1/2 ഇഞ്ച്, അത്രമാത്രം നിങ്ങൾ ചിന്തിക്കുക. ഈ 1/2 ഇഞ്ചിനെ ഇങ്ങനെ മടക്കുക. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് എടുത്ത് ഇങ്ങോട്ട് മടക്കുക. മനസ്സിലായല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുപോലെ വീതിയിൽ നിൽക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ഇതിന് എന്നിട്ട് നമ്മളിത് കണ്ടതേ ഇങ്ങനെ മടക്കിയിട്ടാണ് മാസ്കിന്റെ സൈഡിൽ അടിച്ചു പോകാൻ പോവാണ്. മനസ്സിലായല്ലോ. 1/2 ഇഞ്ച് അങ്ങോട്ട്, 1/2 ഇഞ്ച് ഇങ്ങോട്ട്. നിങ്ങൾ ഇതിനെ ഈ മിഡിൽ പോർഷനിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. അതിനുശേഷം ഈ പോർഷൻ കണ്ടല്ലോ, ഇച്ചിരി ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതിനെ നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് മടക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ പോർഷനെ എടുത്ത് ഇങ്ങനെ കൂടെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ച് സുന്ദരമായിട്ടിരിക്കും. ഇതുണ്ടോ, നല്ല രസമായിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, നമുക്ക് നല്ല സുന്ദരമായിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് രണ്ട് സൈഡപ്പ് ഒരുപോലെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ പോക്കറ്റ് ഇതാ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാലോ പോക്കറ്റ്. ഇവിടെ നമ്മുടെ പോക്കറ്റും ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ നമ്മൾ ഈ അടിച്ച അടുപ്പിന്റെ ഇടയിലൂടെ ഒരു ഇലാസ്റ്റിക് കയറ്റി ഇട്ടാൽ മതി, അല്ലെങ്കിൽ അല്ലാതെ തയ്ച്ചു പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നിങ്ങൾക്ക് മാസ്കിന്റെ പണി തീർക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇനി ഇതിലാണ് നമ്മൾ ഷീൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഷീൽഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള എലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്കിന്റെ പരിപാടി നമ്മളിവിടെ കഴിഞ്ഞു. നമ്മൾ എലാസ്റ്റിക്കും ഒക്കെ വെച്ചു കൊടുത്ത് നല്ല സുന്ദരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബൈൻഡിങ് കവേഴ്സ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് ടൈപ്പിലെ ഫിലിം പോലത്തെ സംഭവം ഇത് കണ്ടോ, പ്ലാസ്റ്റിക്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഇതിനകത്തൂടെ കാണുകയും ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്കിനെ ഇതുപോലെ എടുത്ത് വെക്കുക. മാസ്കിന്റെ നീളം ഇതുപോലെ തന്നെ നമ്മൾ അളന്നെടുക്കുന്നു. കണ്ടോ, മാസ്കിന്റെ അടുത്തേക്ക് ഇതുപോലെ തന്നെ വെക്കുക. കണ്ടോ, ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. കണ്ടോ, ഇത് നമ്മൾ മാസ്കിലോട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വെറുതെ അറ്റാച്ച് കൊടുത്ത ഒരു രസം ഉണ്ടാവില്ല. ഇതിനെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ 4 സൈഡിൽ കൂടെ ഞാൻ ഒരു ബയാ സ്ട്രിപ്പ് എന്ന് വെച്ചാൽ സാധാരണ ഒരു തുണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു തുണി എടുത്താൽ നിങ്ങൾ ഇതിനെ ക്രോസ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. ഒരു 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയിൽ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും. അപ്പൊ നല്ലതായിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മുടെ പീസ്. അതിനാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, നന്നായിട്ട് സ്ട്രെച്ച് ആവുന്ന നിങ്ങൾ കണ്ടോ. ഈ പീസിനെ നിങ്ങൾക്കതേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചെടുക്കാം. അങ്ങോട്ടും 1/2 ഇഞ്ച് ഇങ്ങോട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് ഇതൊന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് വെച്ചത് അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കാം.
തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് പോക്കറ്റ് ഉള്ളവർ നിങ്ങൾക്ക് അറിയാലോ. ഇത് പോക്കറ്റ് ഉണ്ട്, പോക്കറ്റ് കയറി അടിക്കരുത്. ഇതിനെ നമ്മൾ ഇതിലേക്ക് അങ്ങ് അടിച്ച് പിടിപ്പിക്കാൻ പോവാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കെങ്കിൽ തയ്ച്ച് പിടിപ്പിക്കുക. അത്രയാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കാൻ പോകുന്നത്. കണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക. കാരണം ഇതിന്റെ നീളത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. കണ്ടല്ലോ, ആ നീളത്തിൽ നമ്മൾ ഇതിനെ അങ്ങ് അടിച്ചു കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ പിടിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഫിക്സ് ചെയ്യുക, അല്ലെ ഗ്ലൂ വെച്ച് ഉപയോഗിക്കണേ ചെയ്യാം, അല്ലെ തയ്ച്ച് പിടിപ്പിക്കുക. കൈകൊണ്ട് തയ്ക്കുക അല്ലെങ്കിൽ മെഷീനെ തയ്ക്കുക. ഒരുപാട് ഓപ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് അടിച്ചു പിടിപ്പിക്കാം. അപ്പൊ നമ്മുടെ വൈസർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടവും നല്ല സുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റ് ഇവിടെ ഇപ്പോഴും ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ മാസ്ക് വിത്ത് ഐ ഷീൽഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും. പക്ഷേ ഞാൻ പറഞ്ഞു തരുമ്പോഴേക്ക് അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും മനസ്സിലായെന്നേ വിശ്വസിക്കട്ടെ. പറഞ്ഞു തരുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിന് ബോർഡർ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ഇതുപോലൊരു ഫിലിം നിങ്ങൾ വെച്ചാലും മതിയാവും. പറഞ്ഞ മനസ്സിലാവില്ല, ഇതൊരു ഫിക്സ് ചെയ്താലും മതിയാവും. അപ്പൊ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്തത് ഞാനൊന്ന് കാണിക്കാം. അതുവഴി നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഇത് എത്രമാത്രം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഐക്കും കൂടെ കിട്ടാൻ പോകുന്നത്, നമ്മുടെ കണ്ണുകൾ കൂടെ കിട്ടാൻ പോകുന്നത് നമുക്കെന്നറിയാലോ. ഇവിടെ നമ്മുടെ പോക്കറ്റ് ഉണ്ട്. ഈ പോക്കറ്റിന്റെ ഉപയോഗം നമുക്കൊരു ടിഷ്യൂ ഇതിനകത്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ, ഞാൻ വെച്ച് കാണിക്കാമേ. കണ്ടോ? അപ്പൊ നോക്കിക്കേ എത്ര ഭംഗിയായിട്ട് ഇത് ഫിറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ, ഈ സൈഡ് കണ്ടോ നിങ്ങൾ? അതുപോലെ ഈ സൈഡ് കണ്ടോ? എത്ര മാത്രം നമുക്ക് മുകൾ ഭാഗം വരെ ഇവിടെ പ്രൊട്ടക്ഷൻ വന്നേക്കുന്നത് നോക്കിയേ. നന്നായിട്ട് തന്നെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് കണ്ണിന്റെ മുകൾ ഭാഗം അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗം വരെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ദൂരിട്ട് സംസാരിക്കാൻ ബാക്കി. ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഇതാണ് ഇങ്ങനത്തെ ഷീൽഡുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ സിംഗിൾ യൂസ് ആയിട്ടുള്ളതാണ് ഹോസ്പിറ്റലിൽ എപ്പോഴും ഉള്ളത്. ഇതുപോലെ തന്നെയാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മാസ്ക് ചെയ്തുകൂടാന്നൊരു ഐഡിയ എന്റെ മനസ്സിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.